നമസ്കാരം. എമ്പുരാൻ ഫസ്റ്റ് ഷോ കണ്ടതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഫാൻ ഷോ ആണ് കണ്ടത്. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. ആ ഡ്രസ്സ് മാറ്റിയിട്ട് പോലുമില്ല. ആ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും അതേപോലെ തന്നെ യൂട്യൂബൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി എന്താണ് എല്ലാവരുടെയും അഭിപ്രായം എന്നറിയാൻ. എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു മേക്കിംഗ് ആണ്. ലാലേട്ടൻ പൊളിച്ചു, പൃഥ്വിരാജ് പൊളിച്ചു, ഡയറക്ഷൻ സൂപ്പറാണ്. അതേപോലെ തന്നെ ഈ സിനിമ വലിയൊരു ക്യാൻവാസിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് നടീനടന്മാർ അഭിനയിച്ചിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ ഉള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോഴുള്ളൂ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഈ സിനിമയിൽ ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷേ ലൂസിഫർ കണ്ടിറങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നില്ല. ആ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ എക്സ്പെക്ട് ചെയ്യാതെ കൈയടിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ആ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഷോ തന്നെയാണ് കണ്ടത്. ഈ സിനിമയും ഫസ്റ്റ് ഷോ തന്നെയാണ് കണ്ടത്. പക്ഷേ ഈ സിനിമയിൽ അതേപോലെ കൈയടിക്കുക, അങ്ങനെ നിറഞ്ഞ് മനസ്സറിഞ്ഞ് കൈയടിക്കാൻ പറ്റിയ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ കുറേ ലേസർ ഗണ്ണും അതേപോലെ തന്നെ ഹെലികോപ്റ്ററും ഒക്കെ കാണിച്ച് ഒരു വിഷ്വലി അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു മനസ്സറിഞ്ഞ് കൈയടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ അത് ഈ സിനിമയിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വന്നിട്ടില്ല. തിയേറ്ററിൽ ഫാൻ ഷോ ആണെങ്കിൽ പോലും ഏകദേശം എല്ലാവരും സൈലൻ്റ് ആയിട്ട് തന്നെയായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ചില ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ, അതേപോലെ തന്നെ ആ സെക്കൻഡ് ഹാഫിലോട്ടേക്ക് വരുമ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ സീനൊക്കെ വരുമ്പോൾ ഒന്ന് കൈയടിച്ചു എന്നല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ഓളവും തിയേറ്ററിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുന്നവരൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, കേരളത്തിലൊക്കെ ഈ ഒരു സിനിമ വളരെ നല്ലതാണ്, എന്തൊക്കെയോ അവർക്ക് ഇതുവരെ കാണാത്ത രീതിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടവരോടാണ് പറയുന്നത്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നിയതെന്ന്. എനിക്ക് തോന്നിയത് ഇതൊരു ഏവറേജ് സിനിമ. ഇത്രയ്ക്കും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയ്ക്കും ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാകേണ്ട യാതൊരു സംഭവം ഇതിൽ ഉണ്ടെന്ന് എനിക്ക് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വലിയ സിനിമയാണ്. നമ്മൾ മലയാളികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഓരോ സീനിലും ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത രീതിയൊക്കെ. പക്ഷേ ഇതിൻ്റെ കോറെന്ന് പറയുന്നത് തിരക്കഥയാണ്, കഥയാണ്. ഇതിൽ ഒരു എന്താ പറയുക, അത്ര ലൂസിഫർ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ചില സ്ഥലത്തൊക്കെ ഈ ഒരു മാസ് കാണിക്കാൻ വേണ്ടി കുത്തിക്കാറ്റിയ സീന് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റൊക്കെ സിനിമ തുടങ്ങി ഒരു അതായത് നമ്മുടെ സയ്യിദിൻ്റെ ചെറുപ്പകാലവും അവരുടെ ഫാമിലി ഉണ്ടാകുന്ന കുറച്ച് ഇതൊക്കെയാണ് കാണിക്കുന്നത്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ച് പിന്നെ ഖുറേഷി എബ്രഹാമിൻ്റെ വേൾഡ് കാണിക്കുന്നുണ്ട്, കബൂക്ക, ഇവരുടെ ഈ ഒരു വാറ്, അങ്ങനെ ഇതൊക്കെ കാണിച്ച് അതൊക്കെ ഒരു വലിയ ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ ലൂസിഫർ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിനുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയിട്ടില്ല. ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ചിലരും വന്ന് എന്നെ തെറി പറയുമായിരിക്കും, നീ എന്താണ് സിനിമ കണ്ടിട്ടാണോ സംസാരിക്കുന്നത്? കണ്ടിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ ഈ ഫേസ്ബുക്ക് കമൻറ്റും അതേപോലെ തന്നെ തിയേറ്റർ റിവ്യൂവും പടം കണ്ടിറങ്ങും ഓരോരുത്തരിങ്ങനെ വളരെ നല്ല സിനിമയാണ്, ഇത്രയ്ക്കും മികച്ചൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ വർക്കായിട്ടില്ല. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഒരു ഏവറേജ്, അതായത് സിനിമ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ സാറ്റിസ്ഫൈഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ചില സീനുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും എന്താ പറയുക, എനിക്ക് വർക്കായിട്ടില്ല. അവസാനത്തെ ആക്ഷനൊക്കെ എനിക്ക് അത്ര വലിയ സംഭവം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേപോലെ തന്നെ ആ സോങ്ങും ഒക്കെ വരുമ്പോൾ ഒരു രസമുണ്ട് എന്നല്ലാതെ ഒരു നമ്മൾ ലൂസിഫറിലൊക്കെ കണ്ട ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തൊന്നും ഇത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യറൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് നല്ല കയ്യടി കിട്ടുന്ന ഒരുപാട് ഡയലോഗ്, മറ്റേ ജതിൻ രാമദാസിൻ്റെ നമ്മളെ ലൂസിഫറിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ ബൈജുവിനൊന്നും അത്ര വലിയ എന്താ പറയുക, ലൂസിഫറിലെ പോലെ ഒരുപാട് ലൂസിഫറിൽ നമ്മൾ ബൈജുവിൻ്റെ ഒക്കെ ചില സീനൊക്കെ വരുമ്പോൾ കൈയടിക്കുകയും ബൈജുവിൻ്റെ അഭിനയം ആ ഒരു എക്സ്പ്രഷനൊക്കെ വളരെ നന്നായിരുന്നു. അതേപോലെ തന്നെ ഇതിലും ചില 1-2 മുഹൂർത്തങ്ങൾ ഉണ്ട് എന്നല്ലാതെ വലിയൊരു കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ സാജോൺ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു ചെറിയ സീനിൽ അങ്ങനെയൊക്കെ ഒരു കണക്ട് ചെയ്യുന്നുണ്ട് സിനിമ ആ ഒരു ലൂസിഫറുമായിട്ട്. പക്ഷേ തിയേറ്ററിൽ ഇത് വർക്കാവാത്ത പോലെ എനിക്ക് തോന്നി. വർക്കാവാത്ത പോലെ തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്ഷനിലോ അല്ല, ഇതിൻ്റെ സ്റ്റോറി എന്തോ ഒരു ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇഴച്ച് കെട്ടിയ പോലെ.
പുറത്തുനിന്നുള്ളവരൊക്കെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. ഇനി കാണാൻ പോകുന്നവരോട് വെറുതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരു ഉപദേശം തരാം. നിങ്ങൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ, അതായത് ഈ ഓവർ ഹൈപ്പ്, ഈ ഫസ്റ്റ് ഡേ ഇത്രയും കോടി കളക്ട് ചെയ്ത് അതൊരു മഹാസംഭവമാണ് എന്നൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും. ഒന്നുമില്ലാതെ നമ്മൾ ഈ ഒടിയനൊക്കെ വന്ന പ്രശ്നം അതാണ്. ഒടിയനൊക്കെ അത്രയ്ക്കും വലിയ ഒരു ഹൈപ്പായിരുന്നു, പക്ഷേ ആ ഒരു ഹൈപ്പിനകത്തുള്ള ഒരു സംഭവം അതിലുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട് വരും ദിവസങ്ങളിൽ. ഇന്നത്തെ ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഇന്ന് കൂടുതലും ചെറുപ്പക്കാരും ഇതേപോലെ തന്നെ ഫാൻസും ഒക്കെ ആയിരിക്കും സിനിമ കാണാൻ പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യസന്ധമായ ഒരു റിവ്യൂ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും.